blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണും, ഞാൻ പറയുകയും ചെയ്യാം. അതത് വിഷയങ്ങൾക്ക് വേണ്ടി അതത് സമയത്ത് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയോജ് ലെസ്ലി സ്വന്തം ഭവനം ഉണ്ടാകാൻ തൻ്റെ സഹോദരൻ വിനീതിന് അനുയോജ്യതയുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ ലഭിക്കാൻ, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ, പ്രിയോജിന് വേണ്ടി നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി, തൻ്റെ പിതാവിന് നല്ല ആരോഗ്യമുണ്ടാകാൻ, കുടുംബം മുഴുവൻ സകല അനുഗ്രഹങ്ങളാലും നിറയാൻ, അതുപോലെ തിരുനെൽവേലിയിൽ നിന്നുള്ള ഒരു വെൽവിഷർ കുടുംബവും ബിസിനസ്സിൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകാൻ, മകൾക്കും കുടുംബത്തിനും കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകാൻ, മകൻ്റെ വിദ്യാഭ്യാസം തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ നമുക്ക് ചേർന്ന് ഈ രണ്ട് സ്പോൺസേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ രണ്ട് സ്പോൺസേഴ്സിനെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നു. കർത്താവെ, നിൻ്റെ കരം അവരുടെ മേൽ നീട്ടി ദൈവമേ വലിയ അനുഗ്രഹങ്ങളാണ്. കർത്താവ്, വലിയ അനുഗ്രഹങ്ങളെ അവരുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഓരോ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മാത്രമല്ല കർത്താവെ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തതുമായ വിഷയങ്ങളുടെ മേൽ പോലും ദൈവിക അനുഗ്രഹങ്ങൾ കടന്നു ചെല്ലേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഏപ്രിൽ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഏപ്രിൽ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഈ സഹോദരിയുടെ പേര് ജാനമ്മ, മകൾ രമ്യ. ഈ മകള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഡെലിവറിയുടെ സമയം എത്തിയ സമയത്ത് പെയിൻ വന്നു. സാധാരണ കൊണ്ടുപോകുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിച്ചേർന്ന സമയത്ത് അവിടെ നോർമൽ രീതിയിൽ തന്നെ ആകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ കുറച്ച് രാത്രിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർമാർ പറഞ്ഞു കുട്ടി മഷി ഇടുക, മല വിസർജനം വയറ്റിൽ ഇട്ടത് മൂലം ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അമ്മയും കുഞ്ഞും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, രണ്ടുപേരും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷന് വേണ്ടി പോകാൻ പോവുകയാണ്. എന്ത് നടക്കുമെന്ന് ഡോക്ടർമാർക്ക് അറിയില്ല. അങ്ങനെ ഒരു ഭയങ്കരമായ പ്രശ്നത്തിലൂടെ കുഞ്ഞും അമ്മയും നഷ്ടപ്പെട്ടു പോകുമോ ഇവർ കുടുംബം ഭയങ്കരമായി ഭാരപ്പെട്ടു. ഈ സമയത്താണ് ഇവര് പെട്ടെന്ന് നമ്മുടെ പ്രെയർ കോൾ സെന്ററിന്റെ കാര്യം ഓർത്തത്. പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർമാർ രാത്രിയിലാണ് വിളിക്കുന്നത്, 12:30 ആകുന്ന സമയത്തൊക്കെയാണ്. പക്ഷേ സംഭവിച്ചത് അവിടെ പ്രെയർ കോൾ സെന്റർ വിളിച്ചപ്പോൾ അവിടുത്തെ എടുത്ത ബ്രദർ പറഞ്ഞു ആ കത്തി വെക്കാൻ കർത്താവ് സമ്മതിക്കില്ല, കുഞ്ഞിനെയും അമ്മയെയും പൂർണ്ണമായി വിടുവിക്കുമെന്ന് ഇവരോട് പറയാനിടയത്. ഇവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നോർമൽ ഡെലിവറിയായി ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഈ സഹോദരിക്ക് കർത്താവ് കൃപ കൊടുത്തു. സന്തോഷത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് ഇവരിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. എത്ര മാസം മുമ്പാണ് ഇത് നടക്കുന്നത്? 5 മാസത്തിന് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അർദ്ധരാത്രിയാണ്, സഹായിക്കാൻ ആരുമില്ലാത്തൊരു സമയത്ത് കോൾ സെൻ്ററിലേക്ക് വിളിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ 2 പേർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഐക്യമത്യത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കോൾ സെൻ്ററിൽ ശുശ്രൂഷിച്ച സഹോദരൻ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് സിസേറിയൻ ആവശ്യമായിരുന്നേക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. മാത്രമല്ല 2 പേരും മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 2 പേരെയും കർത്താവ് ജീവനോടെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കൈകൾ ഉയർത്തി നമുക്ക് യേശുവിന് നന്ദി പറയാം.
രണ്ട് കൈകളും ഉയർത്തി കർത്താവേ, ഈ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഒരു ദിവസം തന്നെ അമ്മയും കുഞ്ഞും മരിച്ചു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് സഹായഹസ്തം നീട്ടി കർത്താവ് രണ്ടുപേരെയും ജീവനോടെ ഒരു നോർമൽ ഡെലിവറിയിലൂടെ പുറത്തെടുത്തതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. ഇപ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഈ സാക്ഷ്യത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലും ഏത് സമയത്ത് വിളിച്ചപേക്ഷിച്ചാലും കേൾക്കുവാൻ സന്നദ്ധനായി അങ്ങുള്ളതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ചേർന്ന പാഠം. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ചേർന്ന് പാടാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. Today I'm going to speak about the helper of the helpless. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അശരണരുടെ സഹായിയായ ദൈവത്തെ പറ്റിയാണ്. Our God is a helper for those who have no help at all. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സഹായിക്കുവാൻ ആരുമില്ലാത്തവരുടെ ഒരു സഹായിയാണ് യേശു. We are going to read one verse from the Bible. നമ്മളിപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ പോവുകയാണ്. Matthew chapter number 9. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം and verse number 36. അതിന്റെ 36-ാമത്തെ വാക്യം. When Jesus saw the crowds, he had compassion on them because they were harassed and helpless like sheep without a shepherd. ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു അവരോട് മനസ്സലിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അസ്വസ്ഥരും നിസ്സഹായരും ആയിരുന്നു. One day Jesus faced a huge crowd. ഒരിക്കൽ യേശു ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യേ നിൽക്കുകയായിരുന്നു. Thousands of ladies and gentlemen and children. ഒത്തിരി കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികളെല്ലാം യേശുവിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. When he saw the huge crowd, യേശു കർത്താവ് ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ he had compassion on all people. യേശു കർത്താവിന് അവരെല്ലാവരെയും കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അലിയുവാനിടയായി തീർന്നു. Some people, when they see a crowd, they faint and go down. ഒത്തിരി ആളുകൾ ജനക്കൂട്ടത്തിന്റെ മധ്യേ നിൽക്കുമ്പോൾ അവർ തലകറങ്ങി വീഴാറുണ്ട്. There are some people with such problem. അങ്ങനെ ജനക്കൂട്ടത്തെ പേടിയുള്ള ചിലരുണ്ട്. Some people, when they see the crowd, they have fear in their hearts. ചിലർക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ പേടിയുള്ള ആളുകളുണ്ട്. Some people hate crowds. ചില ആളുകൾ ജനക്കൂട്ടങ്ങളെ ഇഷ്ടമില്ല, അവർ വെറുക്കുകയാണ്. But how does Jesus see a crowd? എന്നാൽ ജനസമൂഹങ്ങളെ യേശു കണ്ടത് എങ്ങനെയാണ്? The Bible clearly tells us that when Jesus sees a crowd, he has compassion on them. ബൈബിൾ വ്യക്തമായി പറയുകയാണ്, യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സ് അലിയുകയാണ് ഉണ്ടായത്. Hello.
ഹലോ. So today, when Jesus is looking at this crowd, ഇന്ന് ഈ ജനത്തെ, ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും യേശു കർത്താവ് കാണുമ്പോൾ he has mercy and compassion and love for all people. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും യേശു നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളോട് മനസ്സലിയുന്നുണ്ട്, നിങ്ങളോട് അവന് കരുണയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവിന്റെ ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. But sometimes you may think, ചിലപ്പോൾ നിങ്ങൾ പറയാം, I am not worthy of his compassion or love. യേശുവിന്റെ കരുണയും കൃപയൊക്കെ പ്രാപിക്കുവാൻ, സ്നേഹം പ്രാപിക്കുന്നതിന് ഞാൻ അതിന് യോഗ്യനല്ല. Because I have done a lot of mistakes in life. അത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. Will Jesus listen to my prayers? എൻ്റെ പ്രാർത്ഥനകൾക്ക് യേശു കർത്താവ് വാസ്തവമായി ഉത്തരം നൽകുമോ? Jesus may be hating me. യേശു കർത്താവ് എന്നെ വെറുക്കുകയായിരിക്കും. Jesus loves only holy people. യേശു കർത്താവ് വിശുദ്ധരായ ആളുകളെ മാത്രമായിരിക്കും സ്നേഹിക്കുന്നത്. Do you know what Jesus says? എന്നാൽ യേശു കർത്താവ് പറഞ്ഞതെന്നറിയാമോ? Jesus says, I have come to this world in search of sinners. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. So if you have done sins in your life, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ you need a savior. നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. Jesus is the savior. യേശു കർത്താവാണ് രക്ഷകൻ. So even if you have done a lot of mistakes in your life, you can go boldly to Jesus and tell him, Lord, I have done mistakes. Forgive me. I want to change in my life. നിങ്ങളുടെ ജീവിതത്തിൽ നൂറുകണക്കിന് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യേശു കർത്താവ് രക്ഷകനായിരിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചെന്നിട്ട് യേശുവിനോട് പറയാം, യേശുവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നെ അവിടുന്ന് സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയാവുന്നതാണ്. Some people believe that Jesus can heal only sinless people. ചില ആളുകൾ വിശ്വസിക്കുന്നത് യേശു കർത്താവിന് രോഗങ്ങളെ സൗഖ്യമാക്കാൻ പറ്റുന്നത് പാപമില്ലാത്ത ആളുകളുടേതാണ്. But can you show me one person without sin? നിങ്ങൾക്ക് പാപമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? The Bible says all have sinned against God and they have come short of the glory of God. ബൈബിൾ വ്യക്തമായി പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് വീണുപോയിരിക്കുകയാണ്. So anyone can approach Jesus in whatever shape he or she is in. അതുകൊണ്ട് നമ്മൾ ഏത് തരത്തിൽ, ഏത് ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിൽ കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് കഴിയുന്നതാണ്. Anyone can go to Jesus anytime. ആർക്കും ഏത് സമയത്തും യേശുവിൻ്റെ അടുക്കൽ ചെല്ലാവുന്നതാണ്. One thing about Jesus is that he hates sins, but he loves a sinner. യേശു കർത്താവിനെ പറ്റിയുള്ള ഒരു കാര്യം ഇതാണ്, യേശു കർത്താവ് തീർച്ചയായും പാപത്തെ വെറുക്കുന്നുണ്ട്, എന്നാൽ യേശു കർത്താവ് പാപികളെ സ്നേഹിക്കുന്നവനാണ്. So when we approach Jesus, അതുകൊണ്ട് നമ്മൾ യേശുവിനെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ slowly but surely Jesus will separate us from sins and he will make us saints. യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായും വളരെ പതുക്കെയാണെങ്കിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ യേശു കർത്താവ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, ഒരു വിശുദ്ധനായി കർത്താവ് നിങ്ങളെ പതുക്കെ പതുക്കെ മാറ്റുവാനിടയായി തീരും. Can you lift your hands and shout hallelujah? എത്ര പേർക്ക് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Louder hallelujah. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ. Wave your hands and shout hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും Hallelujah. ഹല്ലേലൂയ. When we read Matthew chapter 8, മത്തായി സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ verses 5, 6 and 7, അതിന്റെ 5, 6, 7 വാക്യങ്ങൾ. when Jesus had entered Capernaum, a centurion came to him asking for help. Then verse number 6, Lord, he said, my servant lies at home paralyzed, suffering terribly. Jesus said to him, shall I come and heal him? 5, 6, 7 വാക്യങ്ങൾ. യേശു കഫർന്നഹൂമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തി. അയാൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ ദാസൻ പക്ഷപാതം പിടിപെട്ട് വലിയ വേദന സഹിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നു. 7-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. Capernaum, this particular city was known as Jesus city. കഫർന്നഹൂം എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുന്നത് യേശുവിൻ്റെ പട്ടണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Because when Jesus started his ministry, he had his headquarters based in Capernaum.
ഈ കഫർനഹൂമിലാണ് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ ശുശ്രൂഷയുടെ ഒരു കേന്ദ്രമായി ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ യേശു കർത്താവ് ശുശ്രൂഷിച്ച മേഖല കഫർനഹൂമാണ്. But from there he traveled to many towns and cities and villages, and he healed the sick people, he preached the kingdom of God. എന്നാൽ ആ കഫർനഹൂമിൽ, ആ പട്ടണത്തിൽ നിന്ന് യേശു കർത്താവ് തൊട്ടടുത്തുള്ള മറ്റ് പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുവാനിടയായി തീർന്നു. And one day he was coming back to Capernaum. എന്നാൽ ഒരു ദിവസം യേശു കർത്താവ് കഫർനഹൂമിലേക്ക് മടങ്ങി വരികയായിരുന്നു. It was a big town in those days. അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പട്ടണമായിരുന്നു. And when he entered there, one centurion approached Jesus for help. അവിടെ എത്തിയപ്പോൾ യേശു കർത്താവ് ആ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു ശതാധിപൻ സഹായത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്നു. Centurion means a high rank military officer. സെഞ്ചൂറിയൻ, ശതാധിപൻ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ വലിയൊരു ഉന്നതമായ സ്ഥാനമുള്ള റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശതാധിപൻ. Because he was in a high position, he had a lot of people to help him. അദ്ദേഹം ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ അദ്ദേഹത്തെ സഹായിക്കുവാനുണ്ട്. If he commanded, there were servants to help him. അദ്ദേഹം കൽപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഒത്തിരി സേവകർ, ശുശ്രൂഷകർ അദ്ദേഹത്തിനുണ്ട്. But still at this point he was helpless. എന്നാൽ ഈ സമയത്ത് അദ്ദേഹത്തിനെ സഹായിക്കുവാൻ ആരുമില്ല. Why? Because his servant was at home paralyzed, suffering terribly. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കാരണം അദ്ദേഹത്തിന്റെ ഒരു സേവകൻ, അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരൻ അസുഖം വന്ന് വീട്ടിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോഗം സൗഖ്യമാകുന്നില്ല. And this centurion loved that servant very much. ഈ ശതാധിപൻ, ഈ പട്ടാള വലിയ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വേലക്കാരനെ വളരെയധികം അദ്ദേഹം സ്നേഹിക്കുവാനിടയായി തീർന്നു. Somehow he wanted his healing. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ വേലക്കാരന്റെ സൗഖ്യം എന്ന് പറയുന്നത് ഈ ശതാധിപന് വളരെയധികം സൗഖ്യം വേണ്ടി ശതാധിപൻ ആഗ്രഹിച്ചു. So this centurion came to Jesus and asked for help. Would you please heal my servant? അതുകൊണ്ട് ഈ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹായം ചോദിക്കുകയാണ്. എൻ്റെ വേലക്കാരനെ അവിടുന്ന് ഒന്ന് സൗഖ്യമാക്കാമോ? Do you know what Jesus did? യേശു എന്താണ് അവിടെ ചെയ്തതെന്ന് അറിയാമോ? Jesus first asked, shall I come to your home and heal him? യേശു കർത്താവ് ആദ്യം ചോദിച്ചിങ്ങനെയാണ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹത്തെ, നിന്റെ ദാസനെ സൗഖ്യമാക്കണോ? But this military officer had a great faith in his heart. എന്നാൽ ഈ പട്ടാള ശതാധിപന് തന്റെ ഹൃദയത്തിൽ വളരെ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. Not only faith, he had a great humility. വിശ്വാസം മാത്രമല്ല, വലിയൊരു താഴ്മ ഈ ശതാധിപന് ഉണ്ടായിരുന്നു. He said, Lord, I am not worthy for you to come to my house. ശതാധിപൻ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. If you command from here, my servant will be healed at my home. അങ്ങ് ഇവിടെ നിന്ന്, യേശുവേ അങ്ങ് ഇവിടെ നിന്ന് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ദാസൻ ആ വീട്ടിലിരുന്ന് തന്നെ സൗഖ്യമായിക്കൊള്ളും. The Bible says in Hebrew chapter 11 and verse number 6. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, Without faith we cannot please God. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. Many of us, we don't have much faith in our hearts. ഒത്തിരി ആളുകൾക്ക് നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. If we have great faith, നമുക്ക് വലിയ വിശ്വാസമുണ്ടെങ്കിൽ we can receive great miracles. നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. If you can blindly believe Jesus, നമുക്ക് യേശുവിനെ അന്ധമായി വിശ്വസിക്കുവാൻ കഴിയുകയാണെങ്കിൽ, he will bless us blindly. യേശു കർത്താവ് നമ്മളെ അന്ധമായി തന്നെ അനുഗ്രഹിക്കുന്നതാണ്. Can we shout up one more big hallelujah to the Lord? ഇന്ന് കൈകൾ ഉയർത്തി ഒരു വലിയൊരു ഹല്ലേലൂയ അങ്ങടെ യേശുവിന് പറഞ്ഞേ. Let us clap our hands for Jesus right കൈകൾ now. അടിച്ചുകൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞാലും, എല്ലാവരും അല്പസമയങ്ങൾ കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. When Jesus saw the great faith of the centurion, from that place he commanded, and the boy was healed at home. ആ സമയത്ത് ആ വലിയ വിശ്വാസത്തോടുകൂടി ഈ ശതാധിപൻ പറയുന്നത് കേട്ടിട്ട് യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് കൽപ്പിച്ചു, ആ ദാസന് അവിടെ തന്റെ വീട്ടിൽ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. How many of you can believe Jesus right now like that?
ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് യേശു അതുപോലെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Hallelujah. Hallelujah. If you believe like that, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ, as you are praying here, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ miracles will happen anywhere in the world as you pray. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ ഈ ലോകത്തിന്റെ എവിടെയാണെങ്കിൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. Jesus is a great miracle worker. യേശു കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. Hallelujah. Hallelujah. And when you call upon his name, യേശുവിന്റെ നാമം നിങ്ങൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ he can move and he can work in any place, anywhere in this world. ആ യേശുവിനെ ഏത് സ്ഥലത്തും ഏത് മേഖലയിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനു വേണ്ടി ചലിക്കുവാൻ യേശു കർത്താവിന് കഴിയും. So Jesus did not go to that house. യേശു കർത്താവ് അതുകൊണ്ട് ശതാധിപന്റെ വീട്ടിലേക്ക് പോയില്ല. Jesus did not lay his hands on the sick boy. യേശു കർത്താവ് ഒരിക്കലും ദാസന്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. But instead he sent his word and healed that disease. പകരമായി യേശു കർത്താവ് തന്റെ വചനം അയച്ച് ആ ബാലകനെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. I want to tell you a huge news. ഇന്ന് ഞാൻ നിങ്ങളോട് വലിയൊരു വാർത്ത പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. Jesus is the helper of the helpless people. യേശു കർത്താവ് സഹായം ലഭിക്കാത്തവരുടെ സഹായിയാണ് യേശു കർത്താവ്. If there is no one to support you and if you call upon the name of Jesus, he will come for timely help. നിങ്ങളുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു വലിയ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിൻ്റെ മധ്യേ ഇറങ്ങി വന്ന് യേശു കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. When you read the Gospels, നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുകയാണെങ്കിൽ many people came to Jesus seeking for help. ഒത്തിരി ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്ന് സഹായത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. Blind people came. ഒത്തിരി അന്ധരായ ആളുകൾ വന്നിട്ടുണ്ട്. They started crying. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് കരയുവാൻ ഇടയായി. Lord, Son of David, we want to see. ദാവീദ് പുത്ര, ഞങ്ങൾക്ക് കാഴ്ച കാണണം. And Jesus, out of compassion, healed those people. യേശു കർത്താവ് മനസ്സലിഞ്ഞ് അവരുടെ ആ പ്രശ്നങ്ങളെ സൗഖ്യമാക്കി. The paralytic were healed. തളർവാദ രോഗികൾ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. Lepers were healed. കുഷ്ഠരോഗം ബാധിച്ചവർ സൗഖ്യമായി. Even dead people were raised to life. ഒത്തിരി മരിച്ചുപോയ ആളുകൾ പോലും യേശുവിന്റെ അടുക്കൽ വന്ന് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുവാനിടയായി തീർന്നു. Hallelujah. Hallelujah. Jesus can do any miracle in our lives. യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഏത് വിധത്തിലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. As human beings, we are limited. നമ്മൾ മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ലിമിറ്റുകളുണ്ട്. But Jesus is a limitless God. എന്നാൽ യേശു കർത്താവിന് പരിധികളില്ലാത്ത ദൈവമാണ്. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകളിൽ അത്ഭുതം ചെയ്ത് ആയിരങ്ങൾ സാക്ഷ്യങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഈസ് യുവർ ടേൺ, ദിസ് ഈസ് യുവർ ടൈം, ദിസ് ഈസ് യുവർ ഡേ. കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ദ്വാരമിട്ട് ഒരു ട്യൂബിലൂടെ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, എന്തൊക്കെയോ നൽകുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം മാരക രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ പല വീടുകളിലേക്കും ഹോസ്പിറ്റൽ റൂമുകളിലേക്കും ഹോസ്പിറ്റൽ വാർഡുകളിലേക്കും ഒരുപക്ഷെ വെന്റിലേറ്ററിൽ ICUവിൽ എവിടെയാണെങ്കിലും ദൈവശക്തിക്ക് ചെന്ന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരിടവുമില്ല. കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ പുറപ്പെട്ടു വരികയാണ്. ഇൻ ജീസസ് നെയിം താങ്ക് യു ലോർഡ്. ക്യാൻസർ ബാധിതമായ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. ഓവറികൾ സൗഖ്യമാകട്ടെ. പാൻക്രിയസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായ രോഗങ്ങൾ, ഡിഫക്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത്
മദ്യപാനത്തിൽ നിന്ന് പലരും പുറത്തു വരികയാണ്. അങ്ങനെ ആഗ്രഹിച്ച് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് കാണും. പക്ഷേ ഇന്ന് ഒരു നിമിഷം കൊണ്ട് കർത്താവ് ഒരു വിടുതൽ നൽകുകയാണ്. പുകവലിയിൽ നിന്നും പലരും പുറത്തു വരുന്നു, ഡ്രഗ് അഡിക്ഷനിൽ നിന്നും പലരും പുറത്തു വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. സ്മിത എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഒരു കണ്ണിന് പ്രയാസമുണ്ട്, അതുപോലെ ശരീരത്തിൽ മറ്റു ചില രോഗങ്ങളുമുണ്ട്. സ്മിത, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഉറങ്ങാനും, ആ സ്മിത എന്ന സഹോദരിക്ക് ഉറങ്ങാനും വലിയ പ്രയാസമുണ്ട്. ഉറക്കത്തിന് പ്രയാസമുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് ഒരു വലിയ വിടുതൽ നൽകുകയാണ്. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവേ, നീ ഓരോരുത്തരെയും തൊട്ടതിനാൽ നന്ദി. നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഒരു വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ ഓരോരുത്തരെയും കർത്താവ് സ്പർശിക്കുന്നതിനാൽ നന്ദി. ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ തീർച്ചയായും വന്ന് പങ്കെടുക്കുക എന്ന് മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ, ഒരു ആത്മീയ കുടുംബത്തിൽ നിന്ന് ആത്മീയമായി വളരാനും മറ്റെല്ലാ അനുഗ്രഹങ്ങളിലും നിറയപ്പെടാനും കർത്താവ് അത് മുഖാന്തരം എല്ലാവരെയും സഹായിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെടുക്കാം. മാത്രമല്ല, വെബ്സൈറ്റിലൂടെ blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി കരസ്ഥമാക്കുവാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.